നോക്കൂ, ഇന്നലെ ഇവരുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നു. വിദ്യാർത്ഥികളെ ആക്രമിച്ചതിനെതിരെ അടിയന്തരമായി നടപടിയെടുക്കണം എന്നായിരുന്നു ആവശ്യം. കോടതി പറഞ്ഞു, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട പലതുമുണ്ട്, ഇത് ഇഷ്ടപ്പെടാതെ ഞങ്ങൾക്കും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ക്യാമ്പയിൻ ആരംഭിച്ചു. എന്ന് വെച്ചാൽ സുപ്രീം കോടതി അവർ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. സുപ്രീം കോടതി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? രാജ്യത്തെ 140 കോടി ജനങ്ങൾ നേരിടുന്ന നിയമപ്രശ്നങ്ങളുടെ അവസാനത്തെ വാക്ക് 34-35 ജഡ്ജിമാരാണ്. അവർ ലക്ഷക്കണക്കിന് കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധാരണ മനുഷ്യന് നിഷേധിക്കപ്പെടുന്ന നീതി ഈ സുപ്രീം കോടതിയുടെ പടിവാതിൽക്ക് നിൽക്കുകയാണ്. അവർ ഇതൊക്കെ കൈകാര്യം ചെയ്തു വരുമ്പോൾ രാജ്യത്തിന്റെ ഒരു പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെട്ടു എന്നത് മറ്റെല്ലാ കേസുകളേക്കാൾ പ്രാധാന്യത്തോടെ പരിഗണിക്കണം എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? മാത്രമല്ല, പോലീസ് ആക്രമിച്ചു എന്ന് ഏകപക്ഷീയമായി ബഹളം വയ്ക്കുമ്പോൾ മറന്നുപോകുന്നത് പോലീസിന് നേരെയുണ്ടായ ആക്രമണമാണ്. എത്രയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കല്ലെറിയുന്നു, പോലീസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, അങ്ങനെ വിദ്യാർത്ഥികൾ കലാപമുണ്ടാക്കുന്ന, പൊതുമുതൽ നശിപ്പിക്കുന്ന നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് ഇവരെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും എവിടെ പ്രതിസന്ധി ഉണ്ടായാലും ഇത്തരം സാഹചര്യങ്ങൾ രൂപപ്പെടാറുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഏകപക്ഷീയമായി ഒരു നിലപാടെടുത്ത് മുമ്പോട്ട് പോകുന്നത് ഉചിതമല്ല. കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും നോക്കുക. ലോകത്തെ ഏറ്റവും വലിയ ജനകീയ വിപ്ലവം എന്ന നിലയിൽ ഇത് കൈകാര്യം ചെയ്യുന്നു. ഇതല്ലാതെ മറ്റൊന്നുമില്ല. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു എന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പോലീസിനെ ആക്രമിച്ചതും പൊതുമുതൽ നശിപ്പിച്ചതും വാർത്തയാക്കാത്തത്? ഇത് വളരെ ഏകപക്ഷീയമായ ഒരു കൃത്യമായ അജണ്ടയോടുകൂടിയുള്ള രാജ്യവിരുദ്ധമായ പ്രവൃത്തിയാണെന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. പരീക്ഷാ നടത്തിപ്പിലുണ്ടായ വീഴ്ച ഗൗരവമേറിയത് തന്നെയാണ്. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നത് ന്യായമായ ആവശ്യമാണ്. അതിന് BJP വിസമ്മതിക്കുന്നത് അങ്ങേയറ്റം കഷ്ടമാണ്. ഇക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് നിരന്തരമായി കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അതിന് മഹത്തായ സംഭവമായി വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും?